ഇനി പറയുന്നത് ഇതിന് സമാനമായ മറ്റൊരു കാഴ്ചയാണ് കേട്ടോ. അതായത് വളർത്തു നായ്ക്കൊപ്പം കുട്ടി കളിക്കുകയാണ്. നമുക്കറിയാലോ, കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പട്ടികൾക്കുമായിട്ട് കളിക്കാൻ. അപ്പോൾ അതിനിടെ കയ്യിലൊരു വടിയാണെന്ന് കരുതി ഈ നായ എടുത്ത് എറിഞ്ഞതാണ്. പക്ഷേ അത് വടിയായിരുന്നില്ല, അതൊരു പാമ്പായിരുന്നു. കുഞ്ഞിൻ്റെ അച്ഛൻ അടുത്തുണ്ടായിരുന്നുണ്ട്, അതും അപകടമില്ലാതെ രക്ഷപ്പെട്ടു. There you go. And she brings it back sometimes. Oh, nope, there she goes. Gosh, damn, that was a fucking... How the... Asher... Gosh. Throw it. അഭിരാമി തന്നെ അതിനെക്കുറിച്ച് പറയാം. അഭിരാമി കുഞ്ഞിനെ അറിയില്ലോ, കുഞ്ഞ് വളരെ കൂളായിട്ട് എറിഞ്ഞു. പക്ഷേ നായയ്ക്ക് മനസ്സിലായി നായ ഒറ്റയടിക്ക് സ്റ്റെപ്പ് ബാക്കാണ്. ഇതെവിടെയായിരുന്നു, ഇതെങ്ങനെ അവസാനിച്ചു? ദിവിഷേ, ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ഉള്ളിലൊരു ഭയം ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കുണ്ടാവും. കാരണം ചെറിയ കുഞ്ഞാണ്. അതിൻ്റെ നമ്മളുമൊക്കെ ചെറുതായിരുന്നപ്പോൾ വഴിയെ പോകുന്ന പല്ലിയും പാറ്റിയും അട്ടയും ഒക്കെ പിടിക്കാറുണ്ട്. പക്ഷേ അത് അതെ അതെ, അങ്ങനെ പാമ്പിനെ പിടിച്ചത് വിദേശ രാജ്യത്ത് നടന്നതാണ്. ശരിക്കും ഒരു മനസാന്നിധ്യത്തിൻ്റെ കാര്യം തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. ആ കുട്ടിയുടെ അച്ഛൻ പെട്ടെന്ന് വന്ന് ധൈര്യത്തോടെ ആ പാമ്പിനെ വലിച്ചെറിയാണ്. ഇല്ലെങ്കിൽ എന്തെങ്കിലും അപകടം സംഭവിക്കാം. ആ നായ അടുത്ത് ചെന്നപ്പോൾ തന്നെ ആ പാമ്പ് ചീറ്റിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ആ കുഞ്ഞിൻ്റെ കയ്യിലിരുന്ന് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ നമുക്ക് എന്തൊരു പേടിയാണ് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഉണ്ടാകുന്നത് അല്ലേ. ആ നായയും കുട്ടിയും കൂടി കളിക്കുന്നതിൻ്റെ ഇടയിൽ ആ നായയ്ക്ക് കുട്ടി നേരത്തെ തന്നെ കമ്പുകൾ എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു കമ്പാണ്, ഇതൊരു കറുത്ത നിറത്തിലുള്ള ഒരു പാമ്പാണ്. അപ്പോൾ ആ പുല്ലിൻ്റെ ഒക്കെ ഇടയിൽ ഇരുന്നപ്പോൾ കുട്ടി വിചാരിച്ച് കാണും ഇതൊരു വടിയാണെന്ന് വിചാരിച്ചാണ് കുട്ടി അതിനെ കയ്യിലെടുത്ത് എറിയാൻ തുടങ്ങുന്നതിന് മുന്നേ അച്ഛൻ ഇത് മനസ്സിലായി, ഇത് പാമ്പാണെന്ന്. അങ്ങനെ അച്ഛൻ ഓടി വരികയും ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് ആ പാമ്പിനെ എടുത്ത് വലിച്ചെറിയുകയാണ് ചെയ്തത്. അച്ഛൻ്റെ ഒരു മനസാന്നിധ്യം തന്നെയാണ് ഇവിടെ നമുക്ക് എടുത്ത് പറയേണ്ടത്. അങ്ങനെ വലിയൊരു അപകടം തന്നെ ഒഴിവായി ദിവിഷ്. ശരി, ഇതൊക്കെ ചില സമയത്ത് ഇങ്ങനെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. അപ്പോൾ അതിൽ കൃത്യമായി ഇടപെടുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ശരി അഭിരാമി.